ഇന്ത്യയിൽ ഒരു പ്രതിയെ തൂക്കിലേറ്റുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളും മര്യാദകളും എന്തെല്ലാം? ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇന്നും വധശിക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് തൂക്കിലേറ്റ്. 1857 രാജ്യത്തെ ആദ്യത്തെ വധശിക്ഷ നടപ്പിലാക്കിയത്. സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത 2 പേരെയാണ് അന്ന് തൂക്കിലേറ്റിയത്. ഇതോടെയാണ് രാജ്യത്ത് വധശിക്ഷ ആരംഭിച്ചത്. രാഷ്ട്രപതി പ്രതിയുടെ ദയാഹർജി തള്ളിയാൽ തൂക്കിലേറ്റാനുള്ള പ്രക്രിയക്ക് തുടക്കമാകും. ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കലാണ് ആദ്യ നടപടി. പ്രതിയെ കണ്ടന്റ് സെൽ എന്ന ഏകാന്ത തടവിലേക്ക് മാറ്റും. പ്രതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നൽകി സന്ദർശകരെയും അനുവദിക്കും. അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുവദിക്കും. വിൽപത്രം എഴുതാനും അവസാനമായി പ്രാർത്ഥിക്കാനും സൗകര്യം നൽകും. പ്രതിയെ തൂക്കിലേറ്റുമ്പോൾ 4 പേരുടെ സാന്നിധ്യം അനിവാര്യമാണ്. ജയിൽ സൂപ്രണ്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഡോക്ടർ, അരാച്ചാർ എന്നിവരാണ് ഈ 4 പേർ. ഇവരിൽ ഒരാളില്ലെങ്കിൽ പോലും വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല. ജയിലിനുള്ളിലെ മറ്റ് തടവുകാരെയോ ദൈനംദിന പ്രവർത്തനങ്ങളെയോ ബാധിക്കാതെ വേണം വധശിക്ഷ നടപ്പിലാക്കാൻ. അതുകൊണ്ട് തന്നെ പുലർച്ചെയാണ് രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കുന്നത്. വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പായി ജയിൽ അടയ്ക്കും. മറ്റു തടവുകാരെ എല്ലാ ലോക്കപ്പിൽ പൂട്ടിയിടും. ശിക്ഷ നടപ്പാക്കി മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വരെ മറ്റു തടവുകാരെ സെല്ലുകളിൽ നിന്ന് പുറത്തേക്ക് വിടില്ല. തൂക്കിലേറ്റപ്പെട്ടവരുടെ ബന്ധുക്കളെയോ മറ്റു തടവുകാരെയോ വധശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ അനുവദിക്കില്ല. കുറ്റവാളികളുടെ വിൽപത്രം മറ്റെന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കും. തുടർന്ന് അവർ തൂക്കുമരത്തിനടുത്തേക്ക് പോകും. തൂക്കിലേറ്റുന്ന വ്യക്തിയുടെ ഭാരമുള്ള ഡമ്മി തൂക്കുകയറിന്റെ ബലം അതിനു മുൻപ് ഉറപ്പുവരുത്തിയിട്ടുണ്ടാകും. അപ്പോഴും തൂക്കിലേറ്റപ്പെടേണ്ട കുറ്റവാളി ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ നിരീക്ഷണത്തിൽ സെല്ലിൽ തന്നെ തുടരും. അതിനുശേഷം കുറ്റവാളിയുടെ കൈകൾ പിന്നിലേക്ക് ബന്ധിച്ച് തുടർന്ന് തൂക്കുമരത്തിനടുത്തേക്ക് കൊണ്ടുവരും. ഡെപ്യൂട്ടി സൂപ്രണ്ട്, ഹെഡ് വാർഡർ, വാർഡർമാർ എന്നിവർ അനുഗമിക്കും. തൂക്കുമരത്തിനടുത്തേക്ക് എത്തുന്നതിന് മുൻപേ കുറ്റവാളികളുടെ മുഖം മൂടുന്ന തൊപ്പി ധരിപ്പിക്കും. തൂക്കുമരം കാണാൻ കുറ്റവാളികളെ അനുവദിക്കില്ല. തൂക്കുമരത്തിന്റെ തൊട്ടു താഴേക്ക് കുറ്റവാളികളെ നടത്തിക്കൊണ്ടുപോകും. കുറ്റവാളികളുടെ ഇരുകാലുകളും അരാജാർ പരസ്പരം ബന്ധിപ്പിക്കും. തൂക്കുകയർ കഴുത്തിൽ മുറുക്കും. ശരിയായ രീതിയിലാണ് തൂക്കുകയർ കഴുത്തിൽ ഇട്ടിരിക്കുന്നതെന്ന് സൂപ്രണ്ട് ഉറപ്പുവരുത്തും. സൂപ്രണ്ട് സൂചന ലഭിക്കുന്നതോടെ ലിവർ വലിക്കുകയും ഡ്രാപ്പ് റോഡ് തുടർന്ന് കുറ്റവാളികൾ താഴേക്ക് തൂങ്ങുകയും ചെയ്യും. അരമണിക്കൂറോളം മൃതദേഹം കയറിൽ തൂങ്ങി നിൽക്കും. തൂക്കിലേറ്റി അരമണിക്കൂറിന് ശേഷം മൃതദേഹങ്ങൾ കഴുമരത്തിൽ നിന്ന് താഴേക്കിറക്കും. ചട്ടപ്രകാരം ഡോക്ടർ പരിശോധിച്ച് മരണം ഉറപ്പുവരുത്തും. മരണ വാറന്റ് അയച്ച കോടതിയെ ശിക്ഷ നടപ്പിലാക്കിയതായി ജയിൽ അധികൃതർ അറിയിക്കും. വധശിക്ഷയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയുടെ മൃതദേഹം രാവിലെ തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. ചിലപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. തൂക്കുകയർ മുറുകി വധശിക്ഷ നടപ്പാക്കിയ ശേഷം തൂക്കിലേറ്റപ്പെട്ടയാളോട് അരാജാർ ക്ഷമ ചോദിക്കുന്ന ഒരു ചടങ്ങുമുണ്ട്. തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയുടെ മതം അനുസരിച്ച് മാപ്പ് ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. പ്രതി ഹിന്ദു ആണെങ്കിൽ റാം റാം എന്നായിരിക്കും ചെവിയിൽ പറയുക. മുസ്ലിം ആണെങ്കിൽ സലാം എന്നും, ക്രിസ്ത്യൻ ആണെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്നും പറയും. ഒരു പ്രതിയെ തൂക്കിലേറ്റാനുള്ള കയർ നിർമ്മിക്കുന്നതും വധശിക്ഷയ്ക്ക് ശേഷം ഇതേ കയർ കൊണ്ടുപോകുന്നതും അരാജാർ തന്നെയാണ്. കുറ്റം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ കോടതികളിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കുക. അത്യപൂർവ കുറ്റങ്ങളിൽ അല്ലാതെ വധശിക്ഷ പാടില്ലെന്ന് ഇന്ത്യയിലെ പരമോന്നത കോടതി പലതവണ കീഴ്ക്കോടതികളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്.